ഹായ് ഗൈസ്, സാലസ് റിയാലിറ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്ന് റമദാൻ 2. ആ റമദാൻ 2 നമ്മൾ സ്പെഷ്യൽ വിഭവങ്ങൾ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. സ്പെഷ്യൽ വിഭവം എന്ന് പറയുന്നത് ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ പോയിട്ട് കാണാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ സാലസ് റിയാലിറ്റി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ കൂടെ തന്നെ കൂടെ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതിലേക്ക് 15 കോഴിമുട്ട, അതുപോലെ 2 കിസ്മിസ് എടുത്തു വെക്കുക. പിന്നെ അതിൽ നിന്നും 15 കോഴിമുട്ടയിൽ നിന്നും ഒരു 8 കോഴിമുട്ട നമുക്ക് ആദ്യം പൊട്ടിച്ച് വയ്ക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് ഏലക്കായ് കുത്തിയിടുക. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര, നമ്മളെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഏലക്കായും മുട്ടയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്യുക. നല്ല മിക്സ് ചെയ്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാൽ അണ്ടിപ്പരിപ്പിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ആ വറന്ന് വരുമ്പോഴേക്കും അതിലേക്ക് കിസ്മിസും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വറുത്ത് കോരി വെക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അണ്ടിയും കിസ്മിസും നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ പഞ്ചസാര ഏലക്കായ ഇട്ട് വെച്ച് നമ്മൾ ഏലക്കായും പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് വെച്ച മുട്ടൻ്റെ അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒരു ഉപ്പേരി പരുവത്തിൽ നല്ലോണം വറുത്തെടുക്കുക കോഴിമുട്ടന്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് തേണ്ട നല്ലൊരു ഉപ്പേരി മോഡലാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള കോഴിമുട്ട ഉണ്ടല്ലോ, അത് അടുത്തൊരു പാത്രത്തിലേക്ക് ബാക്കിയുള്ള കോഴിമുട്ട നമുക്കിത് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പഞ്ചസാരയും നമ്മളെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇടുക. അതുപോലെ ഒരു 3-4 ഏലക്കായ എടുത്ത് നല്ലോണം കുത്തിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഏലക്കായും പഞ്ചസാരയും കോഴിമുട്ടയും കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്ത് മുട്ടൻ്റെ നമുക്ക് മാറ്റി വെക്കുക. പിന്നെ അതിലേക്കുള്ള മുട്ട കലക്കിയതും മുട്ട ഉപ്പേരി 2 കിസ്മിസ് റെഡിയായി. നമുക്ക് അതിലേക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നില്ല, അതിലുള്ള മൈദയും ആട്ടയും ഇട്ട് കൊടുക്കുക കേട്ടോ. മൈദയും ചേർക്കുന്നുണ്ട്, അതുപോലെ ആട്ടയും ചേർക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പൊടിയിലേക്കുള്ള. പിന്നെ ചുടുവെള്ളം ഒഴിച്ചിട്ടാട്ടോ ഞാൻ കൊയ്ക്കുന്നത്. ചുടുവെള്ളം ഒഴിച്ച് നല്ലോണം കൊഴിച്ചെടുക്കുക പൊടീനെ. നമുക്ക് പിന്നെ എത്ര തോനെടുത്തേക്കുന്ന ചട്ടിപ്പത്തിരിക്ക് മാത്രമല്ല കേട്ടോ, ഞങ്ങൾ കണ്ണച്ചത്തിരിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 2നും കൂടി കൊയ്ക്കാൻ വേണ്ടി എടുത്തതാണ്. ചട്ടിപ്പത്തിരിക്ക് കുറച്ച് മതി, ഒരു 8 ചപ്പാത്തി മതി. മറ്റേ പത്തിരിക്കും കൂടി കുഴച്ചെടുത്താണ് കേട്ടോ. പിന്നെ കുറച്ച് കുഴച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് കൈമലൊന്നും പറ്റാൻ നല്ല കുഴച്ചെടുക്കുക കേട്ടോ. പിന്നെ ആ ചപ്പാത്തിക്ക് ആവശ്യമായ ബോൾ റെഡിയാക്കി ഒരു 8 ചപ്പാത്തി മതി കേട്ടോ. പിന്നെ ഞാൻ ഓരോന്നാക്കിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കൂല കേട്ടോ ചപ്പാത്തി. എങ്ങനെ വെച്ചാൽ ഒന്നിൻ്റെ മേലെ ഒന്നാക്കിയിട്ട് ഇങ്ങനെ അട്ടിക്കിടും. 8 പത്തിരിയാണെങ്കിൽ 4 വെക്കും. നമ്മൾ കണ്ടോളൂ കേട്ടോ. ഒന്നിൻ്റെ മേലെ ഒന്ന് കുറച്ച് ഓയിൽ തടവി കൊടുക്കും. അതുപോലെ പൊടി ഇട്ടുകൊണ്ട് പരത്തും ചെയ്യും. 4 വെച്ച് ഞാൻ 4 ഒരുമിച്ച് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. മേലെയും തായും കുറച്ച് നല്ല പൊടി ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് കിട്ടൂല, പറ്റിപ്പോവും. 4 കൂടി നമ്മളെ പാത്രത്തിൻ്റെ അതേ വട്ടത്തിൽ നല്ല പരത്തിയെടുക്കാം. പിന്നെ സ്ഥിരം ഉണ്ടാക്കണ പാത്രം അതിനെ കൊണ്ട് അളവൊക്കെ അറിയാം. എന്നിട്ട് അതിനെ 4 കൂടി ഒരുമിച്ച് പരത്തിയ ചപ്പാത്തി നമ്മൾ പത്തിരിക്കല്ലിലിട്ട് നല്ല ചുട്ടെടുക്കണം കേട്ടോ. ചുടച്ചാൽ നല്ല വേവൊന്നുമില്ല, ഒന്നങ്ങോട്ട് വാട്ടിയെടുക്കുക. അപ്പോൾ കല്ലിലിട്ട് നമ്മൾ 2 പുറം വാട്ടിയെടുത്ത് ഇനിയിപ്പോൾ അതാ അതിമേൽ 4 ആക്കി വേർതിരിച്ചെടുക്കുകയാണ് കേട്ടോ. ചപ്പാത്തിന് ഒരുമിച്ച് പരത്തുമ്പോൾ വേഗം പണി ചെയ്യും. ഓരോന്ന് പരത്തിയെടുക്കുമ്പോൾ പണി കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതാ 4 പത്തിരിയാക്കി ഞാൻ മാറ്റിയെടുക്കുകയാണ്. 4 ചപ്പാത്തി ആക്കിയിട്ട് തന്നെ മാറ്റി ഓരോന്നോരോന്നാക്കി എടുത്ത് നമ്മൾ ഉണ്ടാക്കാനുള്ള പാൻ എടുക്കുക കേട്ടോ. ആ പാനിലേക്ക് നല്ല കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. നമ്മൾ മാറ്റിയെടുത്ത ചപ്പാത്തി ഉണ്ടല്ലോ, ഇന്ന് ഓരോന്നെടുത്ത്
മുട്ട കലക്കി വെച്ചതിലേക്ക് നമ്മൾ മുക്കി കൊടുക്കണം കേട്ടോ. ഓരോ ചപ്പാത്തി എടുത്ത് അതിൽ മുക്കിങ്ങാണ്ട് നമ്മൾ പാനിൽ വെക്കുക. ഓരോ മുട്ട ഉപ്പേരി ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് വെച്ചാൽ. പിന്നെ നമ്മൾ അണ്ടിയും കിസ്മിസും കുറച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറാക്കി ഓരോ ചപ്പാത്തി എടുത്തുകൊണ്ട് അതിൻ്റെ മേലെ വെക്കുക. അതുപോലെ മുട്ട നമ്മൾ ഉപ്പേരിയാക്കി വെച്ചത് അതിൻ്റെ മുകളിലിടുക. കുറച്ച് അണ്ടിയും കിസ്മിസും ഇട്ട് കൊടുക്കുക. പിന്നെ അണ്ടിയും കിസ്മിസും മക്കൾക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അണ്ടിയും കിസ്മിസാണ് അടിപൊളിയാവുക. പിന്നെ അതാ ലാസ്റ്റത്തത് വെച്ച് ഏറ്റവും മുകളിൽ ബാക്കിയുള്ള മുട്ട ഉപ്പേരി ഒന്നായിട്ട് ചപ്പാത്തി കാണാത്ത രൂപത്തിലിടുക. അണ്ടിയും കിസ്മിസും ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ കലക്കി വെച്ച മുട്ട ഉണ്ടല്ലോ, അത് ബാക്കിയുള്ളത് അതിൻ്റെ മേലെ കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വട്ടത്തിലാണ്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മളെ ഗ്യാസ് കത്തിച്ച് അതിൻ്റെ മേലൊരു തട്ട് വെച്ച് കൊടുക്കുക. ഡയറക്റ്റ് അടുപ്പിൽ വെക്കാണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളെ പാന് കയറ്റി വെച്ചങ്ങാണ്ട് മൂടി വെച്ച് കൊടുക്കുക. ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മളെ ചട്ടിപ്പത്തിരി വേവ് കിട്ടും. ചട്ടിപ്പത്തിരി വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുറം ഭാഗം മേൽഭാഗം വെന്തിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വേറൊരു പാനിലേക്ക് മാറ്റി ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. വെന്ത ചട്ടിപ്പത്തിരിയാണത്. പ്ലേറ്റിലേക്ക് മാറ്റി ബാങ്കൊക്കെ കൊടുക്കാനായി. അപ്പോൾ കട്ടിങ്ങിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. ടേബിൾമ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പോൾ ചട്ടിപ്പത്തിരൊക്കെ റെഡിയായി. ബാങ്കും വിളിക്കാനായി. നമ്മളത് കഷ്ണം മുറിച്ചും കൊണ്ടൊക്കെ കേട്ടോ. ബാങ്ക് കൊടുക്കുമ്പോഴേക്കും മക്കൾക്കൊക്കെ നോമ്പുള്ളതാണല്ലോ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്തിക്കാണ് ബാങ്കിന് വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ചട്ടിപ്പത്തിരി ചിക്കൻ കറിയും ഉണ്ട്. അതുപോലെ ഞങ്ങൾ കണ്ണച്ചത്തിരിയാണ് കേട്ടത്. ഇത് ഞാൻ പറഞ്ഞ അതിനും കൂടിയുള്ള മാവാണ്. പിന്നെ കാരക്കുണ്ട്. അതുപോലെ നന്നാരി സർവത്തുണ്ട്. കസ്കസൊക്കെ ഇട്ടിട്ട് നല്ല പാൽച്ചായ ഉണ്ട് കേട്ടോ. നോമ്പ് തുറക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കാണ് ബാങ്ക് കൊടുക്കാൻ വേണ്ടി. അതാ ഒക്കെ സെറ്റാക്കി വെച്ച് എല്ലാവരും ഇങ്ങനെ എന്താ പറയുക കസാലയിൽ ഇരിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ബാങ്ക് കൊടുക്കുക. 2 മിനിറ്റും കൂടിയുള്ള ബാങ്കിന്. അപ്പോൾ ആ കാരൊക്കെ കൈ പിടിച്ചിരിക്കുക. ചെറിയ ആൾ പിന്നെ ആദ്യം നോമ്പ് തുറന്നിക്കുന്നത്. ഇപ്പോൾ ബാങ്ക് കൊടുത്ത് മാഷാ അല്ലാ അൽഹംദുലില്ലാ രണ്ടാമത്തെ നോമ്പും ഞങ്ങളെ റാഹത്തിൽ തന്നെ തുറന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട്. ചെറിയ ആൾക്ക് പിന്നെ നോമ്പില്ല, ബാക്കി 2 ആൾക്കും നോമ്പുണ്ട്. എല്ലാവരും കൂടി 5 ആളും കൂടി ഇരുന്ന് നോമ്പൊക്കെ തുറന്ന്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സാലൂസ് റിയാലിറ്റി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസിന് കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും ഗൈസ്, ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നോമ്പ് 2 ഇത്രയേ ഉള്ളൂ. ഇനി നോമ്പ് 3ൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.